السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉപദേശിക്കുകയാണ്. സൂറത്തുൽ ബഖറയിൽ നിന്ന് അവസാനമായി നാം ഓതിവച്ച ആയത്ത് 75, 76, 77 വചനങ്ങളാണ്. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. وإذا لقوا الذين آمنوا قالوا آمنا، وإذا خلا بعضهم إلى بعض قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون. أولا يعلمون أن الله يعلم ما يسرون وما يعلنون.
أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون أولا يعلمون أن الله يعلم ما يسرون وما يعلنون നാം ഇതുവരെ വിശദീകരിച്ചിരുന്നത് ഈ ആയത്തുകളിൽ അടങ്ങിയ പാരായണ നിയമങ്ങളെക്കുറിച്ചും അതിലെ വ്യാകരണ നിയമങ്ങളെക്കുറിച്ചുമാണ്. എന്താണ് ഈ ആയത്തുകൾ നൽകുന്ന സന്ദേശം? ഇതാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലുള്ള ഇതിനകം നാം ഒരുപാട് വിശദീകരിച്ചിരുന്ന ആയത്തുകളിൽ ബനു ഇസ്രായേൽ വിഭാഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് നാം കേട്ടത്. അവരുടെ ഹൃദയങ്ങൾക്ക് സംഭവിച്ച കാഠിന്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കിയത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുന്നത് അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും, സത്യവിശ്വാസികളോട് അല്ലാഹു പറയുകയാണ്, അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും, അവർ ഈ ഇസ്രായേൽ സന്തതികൾ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ്, അവരിൽ നിന്നൊരു കൂട്ടർ അല്ലാഹുവിന്റെ കലാം വചനങ്ങൾ കേൾക്കുകയും സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു, പിന്നീട് അത് ബുദ്ധി കൊടുത്ത് ഗ്രഹിച്ച ശേഷം അവർ വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട് അതിനെ മാറ്റിമറിക്കുകയും ചെയ്തു വന്നിരുന്നിരിക്കെ, ഇങ്ങനെ സത്യവിശ്വാസികളോട് അല്ലാഹു ചോദിക്കുകയാണ്, വളരെ എളുപ്പം അവർ വന്ന് നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതിനു മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ട് വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാകുന്നു ബനു ഇസ്രായേൽ. അവർ പിന്നീട് അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അങ്ങനെ മാറ്റത്തിരുത്തലുകൾ വരുത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന, വിശ്വാസികളെ കണ്ടാൽ അവർ പറയും ഞങ്ങൾ വിശ്വാസികളാകുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. ഇദാ ഖലാ ബഅദുഹും ഇലാ ബഅദിൻ, എന്നാൽ അവരിൽ ചിലരിലേക്ക് ഒഴിഞ്ഞു ചെന്നാലോ ഖാലു, അവർ പറയും അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് തുറന്നു തന്നിട്ടുള്ളതിനെ കുറിച്ച് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? ലിയുഹാജ്ജൂക്കും ബിഹി ഇൻദ റബ്ബിക്കും, അതുമായി നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ വെച്ച് നിങ്ങളോട് അവർ ന്യായവാദം നടത്തുവാൻ വേണ്ടി. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർക്കറിഞ്ഞുകൂടെ അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നതാണെന്ന്. ഇവിടെ വിശ്വാസികളാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ മുമ്പിൽ
ഞങ്ങൾ വിശ്വാസികളാകുന്നു, ഞങ്ങളും വിശ്വാസികളാകുന്നു, ഞങ്ങൾക്ക് മുഹമ്മദ് നബിയെ കുറിച്ചറിയാം, മുഹമ്മദ് നബി ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൗരാണിക വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അവർക്ക് ലഭ്യമായ ചില അറിവുകളെ കുറിച്ചൊക്കെ വിശ്വാസികളെ കാണുമ്പോൾ, സഹാബികളെ കാണുമ്പോൾ സംസാരിക്കുന്ന ആളുകൾ ജൂത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ബനു ഇസ്രായേൽ വിഭാഗത്തിൽപ്പെട്ട യഹൂദികളായിരുന്ന മദീനയിൽ നിവസിച്ചിരുന്ന ആളുകൾ സഹാബികളെ കാണുമ്പോൾ അവരോട് പറയും, ഞങ്ങൾ വിശ്വാസികളാകുന്നു, ഞങ്ങളാണ് വിശ്വാസികൾ. എന്നാൽ അവരുടെ ആളുകളിലേക്ക് ഒഴിഞ്ഞു ചെന്നാൽ, അവരുടെ നേതാക്കളിലേക്ക്, അവരുടെ കൂട്ടുകാരിലേക്ക് വീണ്ടും ചെന്നു കഴിഞ്ഞാൽ ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ അവരോട് ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നത്? തുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. മുഹമ്മദ് നബിയെ കുറിച്ചുള്ള സൂചനകളോ അതല്ലെങ്കിൽ ഒരു പ്രവാചകൻ വരാനിരിക്കുന്നതിനെ സംബന്ധിച്ചോ ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തന്നിട്ടുണ്ടാകും. പക്ഷെ അതെല്ലാം നിങ്ങൾ അവിടെ പോയി അവരോട് സംസാരിക്കണമോ? ലിയുഹാജ്ജുക്കും ബിഹി ഇൻദ റബ്ബിക്കും, അതുമായി അവര് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ, പടച്ചവന്റെ കോടതിയിൽ വെച്ചിട്ട് അവര് പറയില്ലേ, നിങ്ങൾ ഈ വിവരങ്ങളുമായിട്ട് അവരുമായി സംസാരിച്ചിരുന്നു, അവർക്കതിനെക്കുറിച്ച്, നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന കാര്യം അതായത് വിശ്വാസികള്, സ്വഹാബികളായ ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ന്യായവാദം നടത്തുകയില്ലേ? അപ്പോ നിങ്ങൾ എന്തിനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അള്ളാന്റെ ചോദ്യം, ഇവരങ്ങനെ ചോദിച്ചാലും ഇല്ലെങ്കിലൊക്കെ അവലായ അലമൂന അന്നല്ലാഹ യഅലമുമാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർക്കറിഞ്ഞുകൂടെ, അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നു എന്നുള്ള കാര്യം അവർക്കറിഞ്ഞുകൂടെ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ വിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഉപദേശിക്കുകയാണ്. ഇസ്രായേൽ സന്തതികൾ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകളാകുന്നു. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറ അത് അവതരിപ്പിക്കപ്പെടുന്നത് മദീനയിൽ വെച്ചാണ്. മദീനയിൽ വെച്ച് ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ മദീനയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഭാഗമായിരുന്നു ജൂത വിഭാഗം. ബനു ഖുറൈളയും ബനു നളീറും അങ്ങനെ തുടങ്ങിയ ചില ഗോത്രങ്ങൾ ജൂത വിഭാഗങ്ങളായിരുന്നു. അതുപോലെ തന്നെ മദീനയിൽ ജീവിച്ചിരുന്ന ജൂതരല്ലാത്ത മറ്റ് അറബികളായ ആളുകൾ, ഔസ് ഖസറജ് പോലെയുള്ള ഗോത്രങ്ങളിൽപ്പെട്ട, പിന്നീട് ഇസ്ലാമിന് വളരെ സഹായകമായി വന്ന അൻസാരികൾ എന്ന പേരുകളിൽ അറിയപ്പെട്ട ആളുകൾ, മുസ്ലിങ്ങളായി ഇസ്ലാം സ്വീകരിച്ചു വന്നിട്ടുള്ള ആളുകൾ, അതോടൊപ്പം ഇസ്ലാം സ്വീകരിക്കാതിരുന്ന മറ്റുള്ള ആളുകൾ, അറബികളായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ചില വിഭാഗങ്ങളായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത്. അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി അവിടെ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ആ പ്രവാചകനോട് ഉള്ള പ്രവാചകനെ കുറിച്ച് കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ് ബനു ഇസ്രായേൽ വിഭാഗത്തിൽപ്പെട്ട ഈ ജൂത വിഭാഗം എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് അവരുടെ കൂട്ടത്തിൽ നിന്നൊരു പ്രവാചകൻ വരാതിരിക്കുകയും വന്നത് അറബികളുടെ കൂട്ടത്തിലായതുകൊണ്ട് ആ പ്രവാചകനോടും ആ പ്രവാചകന്റെ അനുയായികളോടും അസൂയ വെച്ച് പുലർത്തുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തത്. അവർക്ക് സത്യമറിയാം, കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. കാരണം അതാണ് അള്ളാഹു പറയുന്നത്, അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ്, അവരിൽ നിന്നൊരു കൂട്ടർ അള്ളാഹുവിന്റെ വചനം കേൾക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നീട് എന്താ സംഭവിച്ചത്? സുമ്മ യുഹർരിഫൂനഹു, പിന്നീട് അതിനെ അവർ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. മിൻ ബഅദി മാ അഖലൂഹു, അവരത് മനസ്സിലാക്കിയ ശേഷം, അവരത് ഗ്രഹിച്ച ശേഷം അവരതിനെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. വഹും യഅലമൂൻ, അവർക്കറിയാം, അവർക്കെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അറിയാത്ത ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ മക്കയിലോ അല്ലെങ്കിൽ മദീനയിലോ ജീവിക്കുന്ന, നേരത്തെ വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടില്ലാത്ത, വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള യാതൊരു അറിവും മനസ്സിലാക്കിയിട്ടില്ലാത്ത
ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്തെ നിഷേധിക്കുമ്പോൾ അതിനുള്ള കാരണം പ്രവാചകന് അങ്ങനെ ഒരു പ്രവാചകൻ വരുമെന്നതിനെ കുറിച്ച് യാതൊരു സൂചനയും ലഭ്യമല്ലാത്തത് ഒരുപക്ഷെ കാരണമായേക്കാം. പക്ഷേ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ തന്നെ ധാരണയുണ്ട്, അവർക്കറിയാം, അവർ നേരത്തെ ഓതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അവരുടെ പണ്ഡിതന്മാർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പ്രവാചകൻ വരാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ ആ പ്രവാചകൻ വന്നത് തങ്ങളുടെ കൂട്ടത്തിലായിപ്പോയില്ല, മറ്റുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് വന്നതുകൊണ്ടുണ്ടായ അസൂയയാണ് ഏറ്റവും വലിയ ശത്രുതയും. അതോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിൽ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ജൂതവിഭാഗം പരിശ്രമിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണവും അതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അവർക്കറിയാം. എന്നാൽ വിശ്വാസികളെ കാണുന്ന സന്ദർഭത്തിൽ അവരറിയാതെ പറഞ്ഞു പോകും ചില കാര്യങ്ങളൊക്കെ. അവരോട് സംസാരിക്കും, സ്വഹാബികളെ കാണുമ്പോൾ അവർ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ അവര് മുഹമ്മദ് നബിയുടെ ഗുണഗണങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ ഒരു പ്രവാചകൻ വരുന്നതിനെ കുറിച്ചും ഒക്കെ അവർ സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ വിശ്വാസികളാകുന്നു, മുഹമ്മദ് നബിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയുമെങ്കിലും അവർ പിന്നീട് അവരുടെ ആളുകളുടെ അടുക്കിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ്, അള്ളാഹ് നിങ്ങൾക്ക് തന്ന ചില വിവരങ്ങളുണ്ട് എന്നത് ശരിയാണ്, ആ വിവരങ്ങളൊക്കെ എന്തിനാണ് നിങ്ങൾ അവരോട് പറയുന്നത്, സ്വഹാബികളോട് പറയുന്നത്, മുഹമ്മദ് നബിയുടെ ആളുകളോട് എന്തിനാണ് നിങ്ങൾ പറയുന്നത്? കാരണം നിങ്ങൾ അങ്ങനെ അവരോട് പറഞ്ഞാൽ അവർ പടച്ചവനോട് പറയില്ലേ, നിങ്ങൾക്കതൊക്കെ അറിയാമായിരുന്നു, അവർ ഞങ്ങളുടെ മുമ്പിൽ വന്ന് വിശ്വാസികളായി അഭിനയിച്ചിരുന്നു എന്നൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ പറയുകയില്ലേ? ലിയുഹാജുക്കും ബിഹി ഇൻദ റബ്ബിക്കും അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അവരോട്, മുഹമ്മദ് നബിയുടെ സ്വഹാബിമാരോട് വന്നിട്ട് വിശ്വാസികളായിരിക്കുന്നു എന്ന് പറഞ്ഞവരോട് അവരുടെ ആളുകൾ, അവരുടെ നേതാക്കൾ അപ്രകാരം പറയുമായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർ മനസ്സിലാക്കുന്നില്ലേ അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ അവരെന്താണ് പറയുന്നത്, അവരെന്താ രഹസ്യമാക്കി വെക്കുന്നത്, അവരെന്താ പരസ്യമാക്കി വെക്കുന്നത്, ഇതൊക്കെ അവർക്കറിയില്ലേ, അള്ളാഹുവിന് അറിയില്ലേ? അള്ളാഹു എല്ലാം അറിയുന്നവനല്ലേ? അവലാ യഅലമൂന, അവർ അറിയുന്നില്ലേ? അന്നല്ലാഹ യഅലമു, അള്ളാഹുവിന് അറിയാമെന്ന്, മാ യുസിറൂന വമാ യുഅ്ലിനൂന, അവർ രഹസ്യമാക്കുന്നതും അവർ പരസ്യമാക്കുന്നതും ഇതെല്ലാം അള്ളാഹുവിന് അറിയുകയില്ല ഇല്ലേ എന്ന കാര്യം അവർക്കറിയാമല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ മഹാനായ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹം വിശദീകരിക്കുന്നത് എപ്രകാരമാകുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം പറയുകയാണ്, മുൻ വചനങ്ങളിൽ പ്രസ്താവിച്ച പ്രകാരം ഹൃദയം ദുഷിച്ച് പാറക്കല്ലുകളെപ്പോലെ കടുത്ത് മരവിച്ച ആ യഹൂദവർഗം നിങ്ങൾ പറയുന്നത് സ്വീകരിച്ച് സത്യവിശ്വാസികളായി തീരുമെന്ന പ്രതീക്ഷയ്ക്ക് അവകാശമില്ലെന്ന് അള്ളാഹു സത്യവിശ്വാസികളെ അറിയിക്കുകയാണ്. വരാനിരിക്കുന്ന ഒരു പ്രവാചകനെപ്പറ്റിയും അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെപ്പറ്റിയും തൗറാത്തിൽ നിന്നും മറ്റുമായി അവർക്ക് ധാരാളം അറിയാമായിരുന്നു. മതത്തിന്റെ യഥാർത്ഥ തത്വങ്ങളും നിയമങ്ങളും ഏറെക്കുറെ അവർക്കറിയാം. അതെല്ലാം അറബികളോട് അവർ തുറന്നു പറയലും പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പ്രവാചകനായി വന്നപ്പോൾ ഇവർക്ക് അസൂയയും ശത്രുതയും വിദ്വേഷവുമാണുണ്ടായത്. ഈ വിരോധാഭാസം അവരിൽ പുതുതായി ഉണ്ടായതല്ല. അള്ളാഹുവിന്റെ വചനങ്ങളാകുന്ന വേദവാക്യങ്ങളെയും ദിവ്യോപദേശങ്ങളെയും ശരിക്കും കേട്ടുമനസ്സിലാക്കുകയും ആശയം ഗ്രഹിക്കുകയും ചെയ്തിട്ട് പിന്നെയും സ്വാർത്ഥങ്ങൾക്കു വേണ്ടി അവയെ ദുർവ്യാഖ്യാനം ചെയ്യലും മാറ്റിമറിക്കലും അവരുടെ മുമ്പെയുള്ള പതിവാണ്. അതുകൊണ്ട് ആ സമ്പ്രദായം മാറ്റിവെച്ച് സത്യം സ്വീകരിക്കുവാൻ ഇപ്പോൾ അവർ മുന്നോട്ട് വരുമെന്ന് കരുതേണ്ടതില്ല എന്ന് താൽപര്യം. യഹൂദികളിൽ ചില കപടന്മാരുണ്ടായിരുന്നു.
മുസ്ലിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ തങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചവരാണെന്ന് അവർ അഭിനയിക്കും. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച ചില സത്യങ്ങൾ മുസ്ലിങ്ങളോട് തുറന്നു പറയുകയും ചെയ്യും. അവിടം വിട്ട് സ്വന്തം ജനങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഇവർ അവരുടെ ആക്ഷേപത്തിന് വിധേയരാകും. നിങ്ങൾക്ക് അള്ളാഹു വെളിവാക്കി തന്നിട്ടുള്ള ഈ രഹസ്യങ്ങൾ നിങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നുവോ? അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അവർ നിങ്ങളോട് ന്യായം പറഞ്ഞു നിങ്ങളെ കുറ്റക്കാരാക്കുവാൻ അത് കാരണമായിത്തീരും. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ സ്വകാര്യത്തിൽ അവരെ അവർ ഗുണദോഷിക്കും. അവരുടെ ഈ ഗുണദോഷിക്കൽ കണ്ടാൽ അവരുടെ രഹസ്യങ്ങളും ഗൂഢ പ്രവർത്തനങ്ങളുമൊന്നും അള്ളാഹുവിന് അറിയുവാൻ കഴിയുകയില്ലെന്ന് തോന്നുമല്ലോ. അവരുടെ രഹസ്യ പരസ്യങ്ങളൊക്കെ അള്ളാഹു അറിയുന്നുണ്ടെന്ന വസ്തുത അവർക്ക് അറിഞ്ഞുകൂടെ എന്ന് 77-ാമത് വചനത്തിലെ ചോദ്യം അവരുടെ ഈ വിഡ്ഢിത്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇത് തന്നെ യഥാർത്ഥത്തിൽ നേരത്തെ വഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്ന, വിശ്വാസികളെ കണ്ടാൽ അവർ വിശ്വാസികളാണെന്ന് പറയും. വിശ്വസിച്ചവരെ കണ്ടാൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയും എന്ന് പറഞ്ഞ സംഭവം ഇതിനു മുമ്പും വിശുദ്ധ ഖുർആൻ ഈ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ നാം കണ്ടിട്ടുണ്ട്. സൂറത്ത് 14-ാമത്തെ ആയത്തിൽ വഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്ന വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലൂ ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. അത് കപടന്മാരെ കുറിച്ചായിരുന്നു, മുനാഫിക്കുകളെ കുറിച്ച്. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു നടന്നിരുന്ന, മുസ്ലിങ്ങളായി അഭിനയിച്ചിരുന്ന കപടവിശ്വാസികളെ കുറിച്ചാണ് ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്. അവർ വിശ്വാസികളെ കണ്ടാൽ അവർ പറയും ഞങ്ങൾ വിശ്വാസികളാകുന്നു എന്നൊക്കെ പറയും. പക്ഷേ അവർ അവരുടെ ആളുകളിലേക്ക്, അവരുടെ പിശാചുക്കളിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ, അവരുമായി തനിച്ചായി കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നവർ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പരിഹസിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചിരുന്ന മറ്റൊരു വിഭാഗമായിരുന്നു മുനാഫിക്കുകൾ. അപ്പോ ഈ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് കപടവിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. പിന്നീടാണ് ജൂത വിഭാഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ബനു ഇസ്രായേൽ വിഭാഗത്തെക്കുറിച്ച് ഈ സൂറത്തിന്റെ അതിനുശേഷമുള്ള ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അതിനുശേഷം വരുന്ന ഇവിടെ ഈ ഇതിന്റെ ഇടക്ക് യാ ബനി ഇസ്രാഈല എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ നമ്മൾ നേരത്തെ പഠിച്ച യാ ബനി ഇസ്രാഈല എന്ന് തുടങ്ങുന്ന ആയത്തുകൾ നാൽപ്പതാമത്തെ ആയത്ത് തൊട്ട് യാ ബനി ഇസ്രാഈല ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഔഫൂ ബിഅഹ്ദി എന്ന് തുടങ്ങുന്ന ബനു ഇസ്രായേൽ വിഭാഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന വിശദീകരിക്കുന്ന കാര്യങ്ങൾ. ഇത് ബനു ഇസ്രായേൽ വിഭാഗത്തിന്റെ അവരുടെ ധാർഷ്ട്യവും അവരുടെ ധിക്കാരവും ഒക്കെ പറയുമ്പോൾ അവിടെ മദീനയിൽ ജീവിച്ചിരുന്ന പിന്നെ ജൂത വിഭാഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇത്തരം ചരിത്രങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരെ കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതിനിടക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫതത്മഊന അയ്യുമിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ് എന്ന് തുടങ്ങിക്കൊണ്ട് അവിടെ ജീവിച്ചിരുന്ന ജൂത വിഭാഗങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഇസ്രായേൽ സന്തതികളുടെ പിന്മുറക്കാരായിട്ടുള്ള അവരുടെ കുത്തക അവകാശപ്പെട്ടിരുന്ന ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം വിശ്വസിക്കുന്നവരാകുന്നു എന്ന് പറയും. പക്ഷേ അവർ യഥാർത്ഥ വിശ്വാസികളായി തീരാൻ അവർ ശ്രമിക്കുന്നില്ല എന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ
ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി അതിനുശേഷമുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. വമിൻഹും അവരിലുണ്ട് ഉമ്മിയൂന അക്ഷരജ്ഞാനമില്ലാത്ത ചിലർ, ലാ യഅലമൂന അവർ അറിയുകയില്ല, അൽ കിതാബ വേദഗ്രന്ഥത്തെ, ഇല്ലാ അമാനിയ ചില വ്യാമോഹങ്ങളല്ലാതെ, വ ഇൻഹും അവരല്ല, ഇല്ലാ യദുന്നൂൻ അവർ ഊഹിക്കുകയല്ലാതെ ഇല്ല. വമിൻഹും അവരിലുണ്ട് താനും, ഉമ്മിയൂന അക്ഷരജ്ഞാനമില്ലാത്തവർ, ലാ യഅലമൂന അവർ അറിയുകയില്ല, അൽ കിതാബ വേദഗ്രന്ഥത്തെ, ഇല്ലാ അമാനിയ ചില വ്യാമോഹങ്ങളല്ലാതെ, വ ഇൻഹും അവരല്ല, ഇല്ലാ യദുന്നൂൻ അവർ ഊഹിക്കുകയല്ലാതെ. വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂന അൽ കിതാബ ഇല്ലാ അമാനിയ വ ഇൻഹും ഇല്ലാ യദുന്നൂൻ അവരിൽ ചിലർ അക്ഷരജ്ഞാനമില്ലാത്തവരുമുണ്ട്, ചില വ്യാമോഹങ്ങളല്ലാതെ വേദഗ്രന്ഥത്തെക്കുറിച്ച് അവർക്കറിയുകയില്ല, അവർ ഊഹിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. فويل للذين يكتبون الكتاب بأيديهم. إن شاء الله ياتنا صديقا. ومنهم أميون لا يعلمون الكتاب إلا أماني وإنهم إلا يظنون. ومنهم അവിടെ വമിൻ
സുക്കൂനായ നൂനുണ്ട്, നൂനിന് ശേഷം ഹ എന്ന അക്ഷരമാണ്, മണിക്കാൻ പാടില്ല, വ്യക്തമാക്കി ഓതണം. ഇൽഹാറിന്റെ നിയമമാണ്. വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂന. ഉമ്മിയൂന മീം മുശദ്ദദാണ്, ഷദ്ദുള്ള മീമാണ്, മണിച്ചോതുക. വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി. ലാ യഅലമൂനൽ കിതാബ, ലാ യഅലമൂനൽ കിതാബ. ഐന് കൃത്യമായി ശരിയായ രൂപത്തിൽ ഉച്ചരിക്കുക. ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യظുന്നൂൻ. ഇല്ലാ അമാനിയ, ഇല്ലാ അമാനിയ. അവിടെ മദ് മുൻഫസിൽ രൂപപ്പെടുന്നു. ഇല്ല എന്നതിന് ശേഷം പിന്നീട് അടുത്ത പദത്തിലായിക്കൊണ്ട് ഹംസ കടന്നു വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ ദീർഘിച്ച് പാരായണം ചെയ്യുക. ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും സുക്കൂനാനൂന് അതിനുശേഷം ഹ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൽഹാറിന്റെ നിയമമാണ് അവിടെയുള്ളത്. വഇൻഹും ഇല്ലാ യظുന്നൂൻ. വഇൻഹും സുക്കൂനായ മീമാണ്, സുക്കൂനായ മീമിന് ശേഷം ഈ ഹംസയാണ്, അവിടെ മണിക്കാൻ പാടുള്ളതല്ല, ഇൽഹാറിന്റെ നിയമം തന്നെയാണ്. വഇൻഹും ഇല്ലാ യظുന്നൂൻ. വഇൻഹും ഇല്ലാ യظുന്നൂൻ. വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അല്പം നീട്ടി വഖഫ് ചെയ്യുക. മദ് ആരിദായിക്കൊണ്ട് വഖഫ് ചെയ്യുക. വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യظുന്നൂൻ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ മറ്റ് നിയമങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നൂറുൽ ഖുർആൻ പരീക്ഷയുടെ അതിൻ്റെ രജിസ്ട്രേഷനുള്ള അവസാനത്തെ ദിവസം ഇന്നാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആർക്കെങ്കിലും അവസാനമായി ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഇമെയിലിലേക്ക് നിങ്ങളുടെ ഇമെയിൽ അയച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നേരത്തെ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ഇന്നത്തെ രജിസ്ട്രേഷനോട് പൂർത്തിയാകുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇമെയിൽ നിങ്ങൾക്ക് വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള അവസരങ്ങളെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും അതിനോട് നല്ല രൂപത്തിൽ ഞാൻ ഈ ഇമെയിൽ ചെയ്തപ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. urulquran.micr@gmail.com എന്ന വിലാസമാണ്. ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ ഈ സംരംഭങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം എന്നത് നാം ഓർക്കുക. അത് പഠിക്കുകയും പാരായണം ചെയ്യുകയും അത് ഹൃദിസ്ഥമാക്കുകയും
അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ശ്രദ്ധിക്കുകയും അതിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളും വിജ്ഞാനങ്ങളുമൊക്കെ കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിന് അതിലേറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ വേറെയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുവാൻ നമുക്ക് സാധ്യമാകുന്ന എല്ലാ അവസരങ്ങളെയും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. പരീക്ഷ ഇൻഷാ അള്ളാഹ് ഈ നിങ്ങളുടെ ഇമെയിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ ചോദ്യപേപ്പർ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ആ ചോദ്യപേപ്പറുകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ബുക്ക് പരീക്ഷയായതുകൊണ്ട് നിങ്ങൾക്ക് പുസ്തകം നോക്കി, പ്രത്യേകിച്ച് അമാനി മൗലവിയുടെ തഫ്സീറിനെ ആധാരമാക്കി കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തഫ്സീർ അതിൻ്റെ ആദ്യം മുതൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 61 ആയത്തുകളിലാണ് നമ്മുടെ ഈ പരീക്ഷ നടക്കുന്നത്. ആദ്യത്തെ 61 ആയത്തുകൾ. അതുകൊണ്ട് തഫ്സീർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ്. ചോദ്യപേപ്പറിൻ്റെ ഘടനയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിൽ പ്രധാനമായും സൂചിപ്പിക്കുവാനുള്ളത് 100 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിൽ പദങ്ങളുടെ അർത്ഥങ്ങൾ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ, പിന്നെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുന്ന രൂപത്തിലുള്ളത്, അതോടൊപ്പം ഏതാനും എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾ, അതോടെ പിന്നെ ഗ്രാമറിൽ നിന്നുള്ള നാം പഠിച്ച ആയത്തുകളിൽപ്പെട്ട ഗ്രാമറുകളിൽ നിന്നുള്ള ഏതാനും ചില ചോദ്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യ ഘടനയാണ് ഈ പരീക്ഷയ്ക്ക് നാം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ തിരിച്ചയക്കേണ്ടുന്ന അവസാന തീയതി ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ തീയതി നീട്ടിയിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഈ പരീക്ഷകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് പഠിക്കുവാനുള്ള ഒരു അവസരമായിട്ട് മാത്രം അതിനെ കാണുകയും അതിലൂടെ നമ്മുടെ പഠനം ഒന്നുകൂടി ഒന്ന് ക്രമപ്പെടുത്തുവാൻ അതുവഴി സാധിക്കും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരീക്ഷാ സംവിധാനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. പരീക്ഷ എഴുതിയിട്ട് വലിയ സമ്മാനങ്ങളോ അല്ലെങ്കിൽ വലിയ സർട്ടിഫിക്കറ്റുകളോ ലഭിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ലക്ഷ്യമല്ല. അതുകൊണ്ട് തന്നെ പരീക്ഷകൾ നമ്മുടെ വിവരങ്ങളെ അല്ലെങ്കിൽ നാം പഠിച്ചതിനെ ഒന്ന് ഓർമ്മ പുതുക്കുന്നതിനും അത് കൃത്യമായി എത്രത്തോളം നമുക്ക് ഫലപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നതിനും സ്വയം ഒരു പരിശോധന നടത്തുന്നതിനും വേണ്ടിയാകുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷകൾ. പിന്നെ ചോദ്യപേപ്പറുകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം അതിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആക്കിയത്. അത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ചർച്ചയോ അല്ല, പരസ്പരം ചോദിക്കലോ മറ്റു കാര്യങ്ങളോ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. നിങ്ങളുടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് സത്യത്തിൽ ഈ പരീക്ഷയ്ക്ക് ഈ പരീക്ഷ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായി അതിന് തയ്യാറാവണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ നിലക്കുമുള്ള നന്മയും അനുഗ്രഹവും അവൻ ചൊരിഞ്ഞ് നൽകുമാറാവട്ടെ. അവൻ്റെ പക്കലിൽ നിന്നുള്ള അനുഗ്രഹമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ല. അവൻ്റെ ഇഷ്ടം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതൊരു തീരാ നഷ്ടമായിരിക്കും എന്ന കാര്യം നാം ഓർമ്മിക്കുക. അല്ലാഹു നമുക്ക് നമ്മെ ശരിയായ ഹിദായത്തിൽ അവൻ നിലനിർത്തി തരുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.